ഹലോ ഗായ്സ്, അന്നേരം ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അങ്ങനെ ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുക്കറിനകത്ത് നല്ലതായിട്ട് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്കറിനകത്ത് ബീഫ് വെച്ചിട്ടുണ്ട്. ബീഫ് കുക്കറിനകത്തോട്ട് വെച്ചിട്ടുണ്ട് നല്ലതായിട്ട് വേവാൻ. എനിക്ക് ഒരുപാട് വെന്തതാണ് ഇഷ്ടം. ബീഫിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളി, സവാള, പച്ചമുളകൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ആക്കിയത്, പിന്നെ കറിവേപ്പില ഇത്രയും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നമ്മൾ വിറകടുപ്പിലാണ് ബീഫ് കറി വെക്കുന്നത്. അങ്ങനെ ഉരുളി വെച്ച് അതിനകത്തോട്ട് അരിഞ്ഞ് വെച്ച് സവാള, പച്ചമുളക്, തേങ്ങ, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യണം. വിറകടുപ്പിൽ പിന്നെ എന്ത് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അടുക്കി പിടിക്കാതെ നമ്മൾ കൂടെ ഇളക്കി കൊടുക്കണം. എന്നിട്ടൊരു ബ്രൗൺ കളറായിട്ട് വരണം. നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയ ഉരുളിയിലാണ് ഞങ്ങളുടെ വീട്ടിൽ ബീഫ് കറി വെക്കുന്നതെന്ന്. ചെറിയ ഉരുളി ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും വലിയ ഉരുളി ഞങ്ങൾ എടുത്തത്. ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മസാലയൊക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇനി ഇത് നന്നായിട്ട് വെന്ത് വരണം. അതുവരെ നമുക്കിത് അടച്ചു വെക്കാം. വാഴയില വെച്ച് ബീഫ് നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെന്ത് വരണം. അങ്ങനെ ബീഫ് വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമായിരുന്നു. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ചോറും ബീഫും കൂടെ ടേസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാകും. അപ്പം ബീഫ് കറി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു വെന്ത ഒരു ബീഫ് എടുത്ത് അടിപൊളിയായിട്ടുണ്ട്. ആ വിറകടുപ്പിൽ വെച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടെ ഉണ്ട് ഇതിനകത്ത്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു സൺഡേ വ്ളോഗ്.